ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മൂകാംബിക ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കളെ എഴുത്തിനൊക്കെ ഇരുത്തിയത് എല്ലാവരും വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മുരുടേശ്വർ പോകാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിന്നെ ചില കാര്യങ്ങൾ കൊണ്ട് ആ പ്ലാനൊന്ന് മാറ്റേണ്ടി വന്നു. നമ്മൾ നേരെ ഉടുപ്പിയിലേക്കാണ് വന്നത് കേട്ടോ. അപ്പം ഇത് വന്ന ദിവസം നമ്മളെല്ലാം ടയേർഡായിട്ട് റൂമിൽ തന്നെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഞാനും അനിയനും വൈഫും എല്ലാവരും കൂടെ രാത്രി പോയി തൊഴുതിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ. ഇതിപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് മക്കളെല്ലാവരും റെഡിയാക്കി എല്ലാവരും കൂടെ പോകുന്നൊരു ഇതാണ്. അപ്പോൾ ഇന്ന് ഉടുപ്പി ദർശനം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിയുടെ ട്രെയിനിൽ തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രം വരും. അപ്പോൾ എന്താ രാവിലെ തന്നെ അവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഒരു എന്താ പറയണ നല്ലൊരു വൈബാണ്. അപ്പോൾ ഇതുപോലുള്ള സന്യാസിമാരൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് പോവുകയാണ്. പോകുന്ന വഴികളിലൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ശിവൻ്റെ അമ്പലം, ഗണപതിയുടെ അമ്പലം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറി ഇത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഉടുപ്പി കൃഷ്ണസ്വാമിയെ കാണാനാണ് പോകുന്നത് കേട്ടോ. അതുപോലെയുള്ള 3 തേരുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്, നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഉത്സവ സമയത്ത് ഈ തേരിലൊക്കെയാണ് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്യൂ ഉണ്ട് രാവിലെ തന്നെ. പക്ഷെ നമ്മൾ തലേദിവസം രാത്രി വന്നപ്പോൾ ഇതിലും ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ തൊഴുകയൊക്കെ ചെയ്തത് നന്നായിട്ട്. ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അവിടുത്തെ ഈ ഒരു നാമജപങ്ങളൊക്കെ കേട്ട് രാവിലെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ തരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഞങ്ങളിതാ ഇനി അമ്പലത്തിനകത്ത് കയറാനായിട്ട് മെയിൻ എൻട്രൻസ് വഴിയാണ് കയറുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഈ എന്താ പറയുക ഒരു ആശ്രമം പോലെ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ ഇടയ്ക്ക് അവിടെ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കണ്ടില്ലേ, അവിടെ സ്വാമിമാരിരുന്ന് ഈ നാമജപമൊക്കെ പറയുന്നത്. അവിടെ ഇരുന്നിട്ടാണ് ഈ നാമജപം പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഇനി നമ്മൾ അകത്തേക്ക് എൻട്രൻസിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ, എൻ്റെ ചാനലും ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം. അപ്പോൾ അതായത് നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടിട്ട് നമ്മൾ മെയിൻ എൻട്രൻസ് വഴി കയറുകയാണ്. ഈ കയറുന്ന ഭാഗത്ത് തന്നെ ധാരാളം കൃഷ്ണൻ്റെ പ്രതിമകൾ പല മെറ്റീരിയലുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ഈ മെയിൻ ഇവിടെ കാണുന്ന ഭാഗത്താണ് നമ്മൾ അർച്ചനകൾക്കൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. തന്നെ ഒരുപാട് കൗണ്ടറുകളുണ്ട് കേട്ടോ. ഇവിടെ പ്രസാദം വാങ്ങിക്കാൻ പലതരത്തിലുള്ള പ്രസാദങ്ങൾ കൊടുക്കുന്ന കൗണ്ടറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കൗണ്ടർ ഈ അമ്പലത്തിൻ്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ ഇതൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ പാത്രങ്ങളുടെയൊക്കെ ഒരു വലിപ്പം കണ്ടില്ലേ, അവിടെ തന്നെ അവർ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്. അത്രയും വലിയ പാത്രങ്ങളും അടുപ്പുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഫുഡ് നമ്മൾ അവിടെ നിന്ന് കഴിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. നമ്മൾ ഉച്ചയ്ക്ക് ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ പുറപ്പെട്ടു. പക്ഷേ തലേദിവസം അവിടെ നിന്ന് ഉടുപ്പി മസാല ദോശയൊക്കെ ട്രൈ ചെയ്തിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് കഴിച്ചില്ല. അതാ കണ്ടില്ലേ, ഇത്രയും വലിയ പാത്രങ്ങളാണ് അവിടെ ഉള്ളത് കേട്ടോ. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പം ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ഉള്ള വിറകും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ പ്രത്യേക മെഷീനൊക്കെ വെച്ചിട്ടാണ് അവരത് കട്ട് ചെയ്തെടുക്കുന്നത്, ഈ വിറകൊക്കെ. അത് കണ്ടിരുന്നു, പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ വലിയ മെഷീനുകൾ വെച്ചിട്ട് വലിയ തടി ഒക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അവിടെ കാണാമായിരുന്നു. പിന്നെ ഈ കട്ട് ചെയ്ത ഈ തടികളൊക്കെ കൊണ്ടുവന്ന് അടുക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ കുക്ക് ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ. ഒത്തിരി പേർക്ക് ഫുഡ് അവിടെ നിന്ന് ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു കുളത്തിൻ്റെ നടുവിലായിട്ടൊരു മണ്ഡപമൊക്കെ ഉണ്ട്. ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തേക്കാം. ഇതാണ് രാത്രിത്തെ ഒരു വ്യൂ കേട്ടോ. പക്ഷെ നല്ലൊരു വൈബാണ് കേട്ടോ.
അപ്പോൾ ഇനി ഞാനിവിടെ ഈ തടികൾ അടുക്കി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാമേ. ഇതാണ്. അപ്പോൾ ഈ തടികൾ ഇങ്ങനെ മെഷീനുകളൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ അടുക്കി വെക്കുന്നത്. എന്നിട്ട് ഇത് ഫുഡ് പ്രിപ്പയർ ചെയ്യാനാണ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല കേട്ടോ. അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അമ്മ കഴിക്കണം. ഇതാണ്ടില്ലേ ആ തടി കൊണ്ട് എന്തൊരു സെറ്റപ്പാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന്. അടുക്കി വച്ചിരിക്കുന്നത് തന്നെ കാണാനൊരു ഭംഗിയാണേ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ കുറേ ചുറ്റി കറങ്ങിയിട്ട് വേണം നമുക്ക് ദർശനത്തിന് അങ്ങ് എത്തിച്ചേരാനായിട്ടേ. കുളവും അതിൻ്റെ നടുക്കുള്ള മണ്ഡപവും അതൊക്കെ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ അമ്പലത്തിലൊക്കെ കയറി തൊഴാം. തേരുകൾ, അകത്ത് കയറി തൊഴാനായിട്ട് ഇതുപോലെ ഒത്തിരി ചുറ്റി കറങ്ങണം കേട്ടോ. പെട്ടെന്നൊന്നും അതിനകത്തോട്ട് എത്തിച്ചേരത്തില്ല. ഇതുപോലെ ഒരുപാട് കറങ്ങണം. പിന്നെ ഇന്ന് ക്യൂ ഉള്ള ദിവസം അല്ല അധികം. പക്ഷേ തലേന്ന് രാത്രി വന്നപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് നേരം നമ്മൾ ഇങ്ങനെ ചൂടെടുത്തൊക്കെ നിന്ന് കേട്ടോ. ഇതിനകത്ത് ഫാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല ചൂടെടുത്തു. എങ്കിലും നമ്മൾ നല്ല രീതിക്ക് തന്നെ തൊഴുതു 2 പ്രാവശ്യവും. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ദർശനം കിട്ടുന്ന ഭാഗത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങിയേ. അപ്പോൾ ഇനി ഇവിടുത്തെ ഉടുപ്പി മാർക്കറ്റിനകത്തൊന്ന് കയറി വെക്കാം. നല്ല കാഴ്ചകളാണ് കേട്ടോ അതിനകത്ത്. അതായത് കണ്ടില്ലേ ഒരു ചേച്ചി ഇരുന്നിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. നമ്മളിവിടെ തെരളിയൊക്കെ ഉണ്ടാക്കത്തില്ല, തെരളിയപ്പം അതുപോലെ വാഴയിലയിൽ ഇലയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ അവിടുത്തെ കൈത എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണിത്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു പ്രത്യേക രീതിയിൽ അതിനെ മടക്കി ഒരുമാതിരി ഒരു മോൾഡ് പോലെ ആക്കിയെടുക്കും. എന്നിട്ട് അതിനകത്താണ് അവർ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇലയുടെ ഒരു ഫ്ലേവറും കൂടെ ഇതിന് ഉണ്ടാകും. അപ്പോൾ അതിനൊന്നും ഉണ്ടാക്കിയാണ് ഇതൊക്കെ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് പ്ലാവിലെല്ലാം ഇങ്ങനെ ഇതുപോലെ കോട്ടിയെടുക്കില്ലേ കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട്, അതുപോലെയൊക്കെ തോന്നുന്നുണ്ട് ആ ഈർക്കിൽ വെച്ചൊക്കെ അത് ചെയ്യുന്നത്. പക്ഷേ ഇതിനെന്തൊരു പ്രത്യേക ഫ്ലേവറാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് കേട്ടോ, ഈ ഒരു ഇലയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി. അപ്പോൾ അത് നല്ല വലിപ്പം ഉണ്ടാവും. അകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് പ്ലാവില, നമ്മുടെ നോർമൽ പ്ലാവില കൊണ്ടുണ്ടാക്കിയത്. ഇതുപോലെ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സാധനം. ഇതിനകത്തും മാവ് ഒഴിച്ചിട്ട് അവർ ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പോൾ ആ ഇലയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടുന്നതിനായിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇത് മാങ്ങ ഇഞ്ചി, ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള സാധനം തന്നെയാണ്. ഇഞ്ചിയാണ്, പക്ഷെ മാങ്ങയുടെ ഒരു ഫ്ലേവറുള്ള ഇഞ്ചി. ഇത് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നല്ല ടേസ്റ്റാണ്, മാങ്ങയുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒത്തിരി സാധനങ്ങൾ, ഇതൊക്കെ നെല്ലിക്ക, കോവയ്ക്ക അതൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് മുളയെന്നാണ് അവിടെ പറഞ്ഞത്. കാണാൻ കത്തിരിക്ക പോലെ ആണെങ്കിലും കത്തിരിക്കയുടേതായിട്ടുള്ള ഒരു ഫ്ലേവറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഉടുപ്പിയിലുള്ള ഫുഡിൻ്റെ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. ആ ഉടുപ്പി അമ്പലത്തിലുള്ള ഫുഡില്ലേ അതിനകത്ത് സാമ്പാറിനകത്തും എല്ലാ കറികളിലും ഇത് ചേർക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ആനപ്പുളിഞ്ചി, ജാമുൻ, ഇത് ജാമുനാണ് കേട്ടോ ഈ സാധനം. ഇത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് ഇത്. അങ്ങനെ ജാമുൻ ഉണ്ടായിരുന്നു. ഏതൊരു കായയുടെ തോലാണ് കേട്ടോ. ഇത് പുളിക്ക് പകരം അവർ പുളിപ്പിന് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ടാണ് അറിയാൻ പറ്റിയത്. ഇതിങ്ങനെ ഉണക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം പുളിക്ക് പകരം യൂസ് ചെയ്യുന്നതായിട്ടാണ് അറിയാൻ പറ്റിയത്. പിന്നെ ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഇതുപോലെ ഇരിപ്പുണ്ടേ. ചേമ്പില, ഇതിവിടെ ഒരു പത്രോട എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരം ഡിഷുണ്ട് കേട്ടോ. അതുണ്ടാക്കാനുള്ളതാണ് ചേമ്പില. ഗുള്ള എന്ന് പറയും ഇവിടെ. നെല്ലിക്ക ഉണങ്ങിയത്, സാധാ നെല്ലിക്ക ഉണ്ടല്ലോ ഇതുപോലത്തെ, അതിങ്ങനെ വെച്ച് ഉണങ്ങിയിട്ടേ ആയതാ. വെല്ലുപത്ര എന്നാണ് അവർ പറഞ്ഞത്. ഇത് കൂവളത്തിൻ്റെ കായാണ്. അപ്പോൾ അവിടെ ഒരു മലയാളി ചേച്ചിയെ നമുക്ക് പരിചയപ്പെട്ടു. അപ്പോൾ ആ ചേച്ചിയാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത്. ഇത് രാമപ്പഴം, പിന്നെ മണിത്തക്കാളി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കണ്ടു. അപ്പോൾ ആ മലയാളി ചേച്ചിയെ കണ്ടു കിട്ടിയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ അവിടെ നിന്ന് കടകളുണ്ടല്ലോ ഇതുപോലെ പച്ചക്കറിയൊക്കെയുള്ള കട, അവിടെ കയറി നോക്കിയേ. അപ്പോൾ അവിടെയും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റിയേ. മുള്ളങ്കി, പിന്നെ ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, പിന്നെ മുള്ളങ്കി ഉണ്ടായിരുന്നു കേട്ടോ. മുള്ളങ്കിയൊക്കെ അവരുടെ ഫുഡിൽ ഏറ്റവും, ഞാനൊക്കെ ഇത് റയറായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളേ. പിന്നെ ചൗ ചൗ എന്ന് പറയും, ഇത് കൂട്ടുപോലെയൊക്കെ ഉണ്ടാക്കാൻ, കൂട്ടുകറി പോലെ. ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല. പിന്നെ ഇത് വന്നിട്ട് പീസ്, ഇത് പൊളിച്ചിട്ട് ഇതിനകത്ത് പീസായിരിക്കും, അതെടുക്കാം. പിന്നെ ഇതുപോലെ ഇത് മത്തങ്ങ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ ഗണപതി നാരങ്ങ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. ഒരുപാട് യൂട്യൂബ് വീഡിയോകളിലൊക്കെ കണ്ടിട്ട് എനിക്ക് അറിയാമായിരുന്നു ഇത് ഗണപതി നാരങ്ങയാണെന്ന്, പക്ഷെ ആദ്യമായിട്ടാണ് അത് കണ്ടത്. പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച ഗസ്റ്റ് ഹൗസ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് എല്ലാവരും തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ നമ്മൾ ട്രെയിനിൽ കയറി ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വേഗം വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.